രോഹിതേട്ടാ, 140 മണ്ഡലങ്ങൾ, അതിൽ ഏറ്റവും സുപ്രധാന മണ്ഡലമായി ഉറപ്പായിട്ട് രോഹിതേട്ടൻ നോക്കിക്കണ്ടിരുന്നത് പത്തനാപുരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റായിരിക്കാം. പത്തനാപുരത്ത് 25 വർഷങ്ങൾക്ക് ശേഷം ചെങ്കോട്ട പൊളിഞ്ഞിരിക്കുന്നു. അവിടെ ജ്യോതികുമാർ ചാമക്കാല വിജയിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായി പറയുന്ന കാര്യം തന്നെയാണ്. ഗണേഷ് കുമാർ തോക്കുമെന്ന് നമ്മൾ നേഷൻ ഫസ്റ്റ് പ്രവചിച്ചിരുന്നു, രോഹിതേട്ടൻ പേഴ്സണലിയും പ്രവചിച്ചിരുന്നു. അങ്ങനെ ജ്യോതികുമാർ ചാമക്കാല വിജയിച്ചു. എങ്ങനെയാണ് ഒരു വികസന നായകനെ, ഒരു വികസനത്തിന്റെ ഒരു മന്ത്രിയെ തോൽപ്പിക്കാനായത്? പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല ജയിക്കുമെന്ന് പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ഓരോരുത്തരോട് പറയുമ്പോൾ അവരുടെ മുഖത്തൊക്കെ കാണുന്ന ഒരു പുച്ഛമുണ്ടായിരുന്നു. മേഘ അനുഭവിച്ചിട്ടുണ്ടാവും. ജ്യോതികുമാർ ചാമക്കാല ഇന്റർവ്യൂ ഒക്കെ എടുത്തപ്പോൾ ഉറപ്പായിട്ടും മാധ്യമപ്രവർത്തകർക്കിടയിൽ പോലും പുച്ഛിച്ചിട്ടുണ്ട്. ഗണേശനെ തോൽപ്പിക്കാനോ എന്നതായ ചോദ്യം. അന്നും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആർ ബാലകൃഷ്ണപിള്ള മുട്ടുകുത്തിയെങ്കിൽ പിന്നാണോ മോൻ ഗണേശൻ. കൊട്ടാരക്കരയിൽ ഐഷ പൂറ്റി എന്ന് പറയുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ അന്ന് വലതുപക്ഷമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള മുട്ടുകുത്തിയെങ്കിൽ പണിയറിയാവുന്ന ഒരാൾ വന്ന് നെട്ടനെ നിന്ന തോറ്റുപോകുന്ന, പൊളിഞ്ഞു പോകുന്ന കൊത്തളങ്ങളെ ഈ നാട്ടിലുള്ളൂ എന്ന് തെളിയിപ്പിച്ച വിജയമാണ് ഈ പറയപ്പെടുന്ന പല മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടത്. അത് പത്തനാപുരമാകട്ടെ, ചടയമംഗലമാകട്ടെ, അല്ലെങ്കിൽ തൃക്കരിപ്പൂരാകട്ടെ, അങ്ങനെ എത്രയോ മണ്ഡലങ്ങൾ നമുക്ക് മുന്നിൽ പറഞ്ഞു വെക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പത്തനാപുരത്തേക്ക് വന്നാൽ ഇന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഒരു കേരള കോൺഗ്രസ് ബിയുടെ വനിതാ വിഭാഗം നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മറ്റേ ലൈനാണ്, ജയ് തോറ്റത് ഞങ്ങളല്ല നിങ്ങളാണ്. ആ ലൈനാണ്. അതായത് പത്തനാപുരത്തെ ആളുകളെല്ലാം മണ്ടന്മാരാണ്. ഇതുവരെ ഒരു അഴിമതി ആരോപണം പോലും നേരിടേണ്ടി വരാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ തോൽപ്പിച്ചതിന് പത്തനാപുരം സങ്കടപ്പെടും. പക്ഷേ കെ വി ഗണേഷ് കുമാർ സാർ പത്തനാപുരം വിട്ടെങ്ങും പോകില്ല. ആ ഓഫീസ് അതുപോലെ തന്നെ പ്രവർത്തിക്കും. ജനങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും കയറി വരാൻ നിങ്ങൾക്കൊരു നാഥനായി ഗണേഷ് കുമാർ ഇവിടെ ഉണ്ട്. അവിടെ അങ്ങനെ ഒരു നാഥന്റെ ആവശ്യമില്ല. കാരണം പത്തനാപുരത്ത് ഊർജ്ജസ്വലനായ ഒരു MLA ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ, കൈപ്പത്തി ചിഹ്നത്തിൽ ജനം തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹവും അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അത് MLA ആയതിനു ശേഷം എടുത്തതല്ല. കഴിഞ്ഞ തവണ 5 വർഷങ്ങൾക്ക് മുമ്പ് പത്തനാപുരത്ത് നിന്ന് 14,000 ശിഷ്ടം വോട്ടുകൾക്ക് പരാജയപ്പെട്ട അഞ്ചൽക്കാരൻ എന്ന് നിങ്ങൾ വിളിച്ച, തിരുവനന്തപുരം സ്വദേശി എന്ന് നിങ്ങൾ വിളിച്ച ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരം നഗരത്തിന്റെ ഹൃദയത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് തന്നെയാണ് 5 വർഷക്കാലമായി ജീവിക്കുന്നത്. ഇനിയുള്ള വരാൻ പോകുന്ന 5 വർഷക്കാലങ്ങളും പിന്നീട് അങ്ങോട്ട് വരാൻ പോകുന്ന കാലങ്ങളിലും ജ്യോതികുമാർ ചാമക്കാല MLA പത്തനാപുരം എന്ന ബോർഡോടുകൂടി ആ വീട് അവിടെ ഉണ്ടാവും. പാർട്ടി വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാം. ഒരു PAയുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ആളുകൾക്ക്, ജനങ്ങൾക്ക് നേരിട്ട് MLAയോട് സംവദിക്കാം. പത്തനാപുരത്തിന് ഇതാ പുതിയൊരു നാഥനുണ്ടാകുന്നു, ജ്യോതികുമാർ ചാമക്കാല MLA. അതെ, അപ്പൊ ചേട്ടൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു പോസ്റ്റിൽ കണ്ടിരുന്നു ഇങ്ങനെ എങ്ങും പോകുന്നില്ല, MLA ഓഫീസ് അടയ്ക്കുന്നില്ല എന്നൊക്കെ. ഇതൊക്കെ ഈ ജ്യോതികുമാർ ചാമക്കാല വേ ഓഫ് പൊളിറ്റിക്സ് പഠിച്ചിട്ട് സ്വന്തമായിട്ട് അതങ്ങ് പയറ്റുന്നതായിരിക്കാം അല്ലേ? അടുത്ത 5 വർഷം ഇവിടെ തന്നെ പ്രവർത്തിച്ച്. പിന്നെ ഒരു കാര്യമുണ്ട്, ചിലപ്പോ ഈ പറഞ്ഞ 5 വർഷങ്ങൾ മരണ വീടുകളിൽ കയറി ഇറങ്ങി അത് വോട്ടാക്കാനുള്ള ശ്രമങ്ങളും നടത്തുമായിരിക്കാം അടുത്ത വർഷം ജയിക്കാനായിട്ട്. പ്രശ്നമുണ്ട്, പറ്റില്ല, കൂട്ടിയാൽ കൂടില്ല. കാരണം എന്താണെന്നറിയാമോ? KSU രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ KSUവിന്റെ ഇന്ദ്രനീല നിറമുള്ള കൊടി പിടിച്ച് വളർന്നു വന്ന രാഷ്ട്രീയ നേതാവാണ് ജ്യോതികുമാർ ചാമക്കാല. ക്ലാസ് ലീഡറിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് KPCCയിലും സെനറ്റിലും ഒക്കെ ഇരുന്ന് കൃത്യമായി രാഷ്ട്രീയം പഠിച്ച് ജനങ്ങൾക്കിടയിൽ സമരമുഖങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് വിയർപ്പൊഴുക്കി വെയിൽ കൊണ്ട് മഴ നനഞ്ഞു വന്ന നേതാവാണ് ജ്യോതികുമാർ ചാമക്കാല. അല്ലാതെ കുഞ്ഞുനാളിലെ വിളിച്ചുകൊണ്ടുപോയി അച്ഛൻ്റെ കെയർ ഓഫിൽ സിനിമയിൽ അഭിനയിച്ച് സിനിമാതാരമായി അവിടെ തിളങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം വിളിച്ചിറക്കി പത്തനാപുരത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോൾ അന്നത്തെ അവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇയാൾക്കെതിരെ ഉയർന്ന ഈ സ്ത്രീപരമായ പരാതികളും ആക്ഷേപങ്ങൾക്കും മറുപടി കൊടുത്ത്, ചങ്കില ചോര കൊടുത്ത്, ചങ്കില നീര് കൊടുത്ത് വിജയിപ്പിച്ചെടുത്ത നേതാവാണ് ആര്? കെ വി ഗണേഷ് കുമാർ. 25 വർഷക്കാലങ്ങളിൽ
അവിടെ MLA ആയും മന്ത്രിയുമായി ഇരുന്ന് വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന് തിരിഞ്ഞു നിന്ന് കുത്തി മുണ്ടും പൊക്കി കാണിച്ചിട്ട് LDFിലേക്ക് പോയ നേതാവിൻ്റെ പേരാണ് KV ഗണേഷ് കുമാർ. ആ KV ഗണേഷ് കുമാറിന് ജ്യോതികുമാർ ചാമക്കാല ചെയ്തതുപോലെ 5 വർഷക്കാലങ്ങൾ അധികാരമില്ലാതെ പത്തനാപുരത്ത് നിൽക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. എനിക്ക് ചിരി വരുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് 2 സഖാക്കന്മാർ CPIയിൽ നിന്ന് വിട്ട് കേരള കോൺഗ്രസ് ബിയിൽ ചേർന്നിട്ടുണ്ട്. അവനൊക്കെ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഈ പാർട്ടി തീർന്നേ. കേരള കോൺഗ്രസ് ബി തീർന്നു. കേരള കോൺഗ്രസ് പി അവസാനിക്കുകയാണ്. ഈ ഭരണമില്ലാതെ അധികാരമില്ലാതെ അതിൻ്റെ അറ്റത്ത് കടിച്ചു തൂങ്ങാൻ ഈ പറയപ്പെടുന്ന ഗണേശനെ കൊണ്ടാവില്ല. ഇനിയിപ്പോൾ KV ഗണേഷ് കുമാർ ആലോചിച്ച് നോക്കും, പാർട്ടി ചെയർമാനായിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് ഈ കേരള കോൺഗ്രസ് ബിയുടെ പഞ്ചായത്ത് മെമ്പർമാരും നഗരസഭാ വൈസ് ചെയർമാനും ഒക്കെ ഉണ്ട്. ഇവന്മാരൊക്കെ മറ്റേ സർക്കാർ വണ്ടിയിൽ വരുമ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇന്നലെ പത്തനാപുരത്ത് എഴുതി കാണിച്ച ഗണേശനോ അതാരാടാ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് പത്തനാപുരത്തെ എത്തിക്കാൻ കൃത്യമായി പണി അറിയാവുന്ന ഒരു അണ്ണൻ പത്തനാപുരത്ത് 5 വർഷക്കാലമായി കറങ്ങി നടന്നു. ആ മനുഷ്യൻ അങ്ങനെ അവിടെ കറങ്ങി നടക്കുമ്പോൾ ആ നാട്ടിലെ മരണ വീടുകളിൽ, കല്യാണ വീടുകളിൽ, പെരവാസ്തുതി നടക്കുന്നിടത്തൊക്കെ കയറി ചെന്നപ്പോൾ മൈക്ക് വെച്ച് അയാളെ പറഞ്ഞു, ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ മനസ്സുമായ ഒരാൾ ഇവിടെ കറങ്ങി നടക്കുന്നുവെന്ന്. അയാൾ അതിനെ ചിരിച്ചുകൊണ്ട് മറുപടി ഒന്നും പറയാൻ പോയില്ല. ഗണേശൻ്റെ ഭാര്യ കിടപ്പറയിൽ നിന്ന് പൊക്കിയിട്ട് ആ വിഷയം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഏതെങ്കിലും വേളയിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏതെങ്കിലും ഒരു വേളയിൽ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന സ്ഥാനാർത്ഥി KV ഗണേഷ് കുമാറിൻ്റെ പരസ്ത്രീ ബന്ധത്തെക്കുറിച്ചൊരു വാചകം പറഞ്ഞിട്ടുള്ളത് കാണിക്കാമോ? ചാനലിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതുവേദികളിലോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇയാളുടെ വ്യക്തിപരമായ ഒരു കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം അവിടെ പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ ചതിച്ചവനെ കുറിച്ചാണ്. 5 വർഷക്കാലം മുമ്പ് ഇതേ കേസ് ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, പത്തനാപുരത്തെ ജ്യോതികുമാർ ചാമക്കാലയുടെ ഇലക്ഷൻ കൺവെൻഷൻ നടക്കുമ്പോൾ ആ ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ദീപാദാസ് മുൻഷി അവിടെ വന്നിറങ്ങി. അതിനു മുമ്പ് സ്ഥാനാർത്ഥി കാറിൽ വന്നിറങ്ങുമ്പോൾ ആർപ്പുവിളികളോട് ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ അങ്ങ് വേദിയിലേക്ക് കൊണ്ടുപോകുന്നൊരു ചടങ്ങ് കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകനായി മാറി നിന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പത്തനാപുരം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിൻ്റെ ഒരു മനുഷ്യൻ പുതുപ്പള്ളിയിൽ നിന്നൊരു ഇന്നോവ കാറിലവിടെ വന്നിരുന്നു. അന്ന് KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരും ഒക്കെ പത്തനാപുരത്തിൻ്റെ മണ്ണിൽ ആ ഇന്നോവയിൽ വന്നിറങ്ങിയ മനുഷ്യനെ, നടക്കാൻ ബുദ്ധിമുട്ടുള്ള മനുഷ്യനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പത്തനാപുരത്തെ കൺവെൻഷൻ വേദിയിലേക്ക് പോയി. ആ മനുഷ്യൻ മൈക്കിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ജ്യോതികുമാർ ചാമക്കാലയെ വിജയിപ്പിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ തൻ്റെ ജീവിതം തകർത്ത, തൻ്റെ ജീവിതം ഇല്ലാതാക്കിയ, കേരളത്തെ 5 വർഷക്കാലങ്ങൾ കരുത്തോടെ നയിച്ച ഒരു നേതാവിനെ സ്ത്രീപീഡകനാക്കി, സ്ത്രീലംബടനാക്കി താഴെ ഇറക്കുന്നതിന് കൂട്ടുനിന്ന, സ്വന്തം മകന് തുല്യം സ്നേഹിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് ഒരക്ഷരം അദ്ദേഹം മോശമായി മിണ്ടിയില്ല. അന്ന് ഞങ്ങളൊക്കെ ആലോചിച്ചു, ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? അന്ന് സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയോട് ദേഷ്യമാണ് തോന്നുന്നത്. ആ കാറിൽ വന്നിറങ്ങിയ മനുഷ്യൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. അന്ന് ഉമ്മൻചാണ്ടിയോട് എനിക്കൊക്കെ ദേഷ്യമാണ് തോന്നി. കാരണം സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി ജയ് വിളിച്ച് ഗണേശനെ തോൽപ്പിക്കാൻ ചുവരെഴുത്തും പോസ്റ്ററും ഒട്ടിച്ച് അനൗൺസ്മെൻറ്റ് നടക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരുടെ മനസ്സാണെന്ന് എനിക്ക്. കാരണം ഇത്രയും ഒരു അവസരം ലഭിച്ചിട്ട് ഗണേഷ് കുമാറിനെ കുറിച്ച് ഉമ്മൻചാണ്ടി 2 മോശം വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രചരണം. ആ പ്രചരണത്തിന് ആദ്യം തുടക്കമിട്ടത് ആരാണെന്നറിയാമോ? ജ്യോതികുമാർ ചാമക്കാലയല്ല, ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ പത്തനാപുരത്തൊരു വേദിയിൽ പ്രസംഗിച്ചു. ഒരു വാചകത്തിൽ പിന്നീട് അത് മറിയാമ ഉമ്മൻ ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയിലൂടെ ഈ പറയപ്പെടുന്ന അച്ചു ഉമ്മൻ ഏറ്റെടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബം ഏറ്റെടുക്കുന്നു. പിന്നീടത് ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തിരഞ്ഞെടുപ്പ് ദിവസം, തിരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ ഡേയിൽ രാവിലെ ഉമ്മൻചാണ്ടിയോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ് ജ്യോതികുമാർ ചാമക്കാല പ്രചരണം ആരംഭിച്ചത്. അതിനെയും ഈ പറയപ്പെടുന്ന ഗണേഷ് കുമാറിൻ്റെ വെട്ടുക്കളി കൂട്ടം ആക്ഷേപിച്ചത് ഈ മെഴുകുതിരി കത്തിക്കലിലൂടെ അവസാനിക്കുമെന്നില്ല. അവസാനിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് വന്ന് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് നിയുക്ത MLA ജ്യോതികുമാർ ചാമക്കാലയുടെ ആദ്യത്തെ പരിപാടി തുടങ്ങുന്നത് പുതുപ്പള്ളി പുണ്യാളൻ്റെ തിരുസന്നിധിയിൽ ഉറങ്ങുന്ന ഈ പറയപ്പെടുന്ന ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നാണ്. അതൊരിക്കലും മറന്നിട്ടില്ല. ഇന്നലെ പത്തനാപുരത്ത് ഉയർന്നു പൊങ്ങിയ ചിത്രങ്ങൾ അത്രയും ഉമ്മൻചാണ്ടിയുടേതായിരുന്നു. അവിടെ ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങൾ അത്രയും ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയായിരുന്നു. അത്രയ്ക്കും വൈകാരികമായി പത്തനാപുരം ഏറ്റെടുത്തു. ഇനി ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാർ മാത്രമാണോ ഇന്നലെ KV ഗണേഷ് കുമാറിൻ്റെ പതനം ആഘോഷിച്ചത്? ഒരിക്കലുമില്ല. ഈ ജ്യോതികുമാർ ചാമക്കാലയുടെ ആഘോഷ യാത്ര
വിജയിച്ചതിനു ശേഷം അദ്ദേഹം മേലില പഞ്ചായത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്ത മേലില പഞ്ചായത്തിൻ്റെ കിഴക്കേ തെരുവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച യാത്ര മഴയൊക്കെ തരണം ചെയ്ത് മണിക്കൂറുകളെടുത്ത് പത്തനാപുരം നഗരത്തിലേക്ക് എത്തി. ഈ പത്തനാപുരം നഗരത്തിലേക്ക് എത്തുമ്പോൾ ഞാനിത് തുടങ്ങിയെടുത്ത് നിന്ന് കണ്ട് അദ്ദേഹത്തിനൊരു ആശംസയും കൊടുത്ത് ഒരു ഹാരവും അണിയിപ്പിച്ച് അദ്ദേഹം എനിക്ക് സ്നേഹത്തോടെ ഒരു ചുംബനവും തന്നിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പത്തനാപുരം ടൗണിലേക്ക് പോയി. ഞാൻ KSRTC ബസ് സ്റ്റാൻഡ് സൈഡിൽ വാഹനമിട്ട് നടന്നു പോകുമ്പോൾ അവിടെ വലിയ ആളുകളൊക്കെ വന്ന് ചാമക്കാലോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു. വലിയ ബഹളം നടക്കുന്നതിൻ്റെ ഇടയിൽ കുറേ KSRTC ജീവനക്കാർ അവിടെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഒരു വാഹനമൊക്കെ ഒതുക്കി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ തമാശ രൂപേണ അവരോട് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ മുഖത്തെന്താ ഒരു സങ്കടം? അപ്പോൾ അവർ പറഞ്ഞു, സങ്കടമോ? ഞങ്ങളുടെ മനസ്സിൽ കാണുന്ന സന്തോഷം എന്തുമാത്രമാണെന്ന് നിങ്ങൾക്കറിയോ? അയാൾ തോക്കണമായിരുന്നു, അഹങ്കാരത്തിൻ്റെ ഇതൊക്കെ പറയും വിവരങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഈ KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെയൊക്കെ മണ്ടയ്ക്ക് കയറാൻ ചെന്നില്ലേ? ഇതൊന്നും അവർ മറന്നിട്ടില്ല. ഏതെങ്കിലും ഒരു മന്ത്രി തോറ്റതിൻ്റെ പേരിൽ എവിടെയെങ്കിലും പൊങ്കാല സമർപ്പിച്ചോ? പത്തനാപുരത്ത് KV ഗണേഷ് കുമാർ തോറ്റതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ അവർ ഇന്ന് പൊങ്കാലയിട്ട് സന്തോഷം പങ്കിട്ടു. എവിടെയെങ്കിലും മലബാറിൽ ഈ സ്വകാര്യ മേഖലയിലെ വാഹനം ഓടിക്കുന്നവർ, പ്രൈവറ്റ് ടൂറിസ്റ്റ് ടാക്സി തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചിട്ടാണ് KV ഗണേഷ് കുമാറിൻ്റെ പരാജയത്തെ ആഘോഷിച്ചതെങ്കിൽ കേരളത്തെ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ ഇന്നലെ സന്തോഷത്തോടു കൂടി ഉറങ്ങിയിട്ടുണ്ടാവും. കേരളത്തിലെ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ 5000 കാമുകിമാരെന്ന് മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നെഞ്ചു വിരിച്ച് ഈ അസഭ്യച്ചിരിയോടുകൂടി പറഞ്ഞു അബദ്ധമൊക്കെ പറ്റിക്കോട്ടെ. ഇന്ന് എന്നെ രാവിലെ എൻ്റെ ഒരു പഴയ കൊളീഗ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇടീ ചാമക്കാല ജയിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഗണേഷ് കുമാർ തോക്കണമായിരുന്നു. സ്ത്രീകൾക്ക് എല്ലാവർക്കും ആഗ്രഹിച്ചൊരു തോൽവി തന്നെയായിരുന്നു ഗണേഷ് കുമാറിൻ്റെത്. ഇനി ഇവരുന്നയിക്കുന്ന ചില വാദമുഖങ്ങളെ കുറിച്ച് പറയാം. കാട്ടുപത്തനാപുരത്തെ നാട്ടുപത്തനാപുരമാക്കിയ KV ഗണേഷ് കുമാർ വികസന നായകൻ എന്ത് തേങ്ങയാണ്! ഞാൻ ചോദിക്കുന്നു, അൺപാർലമെന്ററി വേണ്ടി തന്നെ ഉപയോഗിച്ചാൽ എന്ത് തേങ്ങയാണ്? കാട്ടുപത്തനാപുരത്തെ നാട്ടുപത്തനാപുരമാക്കിയെന്ന് CBI കാരനും CPM കാരനും പറയുമ്പോൾ ഗണേഷ് കുമാറിന് മുമ്പ് അവിടെ കാലങ്ങളോളം ആ മണ്ഡലം ഭരിച്ച CPIയുടെ നേതാക്കന്മാർ അവിടെ എന്തുണ്ടാക്കിയ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. കാലാനുസൃതമായ മാറ്റങ്ങൾ മാത്രമാണ് പത്തനാപുരത്തുണ്ടായിരിക്കുന്നതും. ആന്റണി സർക്കാരിൻ്റെ കാലത്ത് വനം മന്ത്രിയായി ആദ്യമായി വന്നയാൾ ഒരു മന്ത്രിമണ്ഡലത്തിന് വേണ്ടുന്നതൊന്നും പത്തനാപുരത്തില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അവിടെ താലൂക്ക് അനുവദിച്ചിട്ടൊരു താലൂക്ക് ആശുപത്രിക്ക് തറക്കല്ലിട്ടത് കഴിഞ്ഞ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെ ഗണേശ താലൂക്ക് ആശുപത്രി എന്ന് ജ്യോതികുമാർ ചാമക്കാല ഉറക്ക വിളിച്ചപ്പോഴാണ്. ഇന്ന് ഒരു കെട്ടിടം 99 കോടി രൂപ ചെലവിൽ കിഫ്ബി പദ്ധതി പ്രകാരം അവിടെ എല്ലും തോലുമായി നിൽപ്പുണ്ട്. അവിടെയും കൊണ്ട് കുറേ PR നടത്തിയതാണ്. നോക്കിക്കോ, വരാൻ പോകുന്ന 2026 അധികാരമേൽക്കാൻ പോകുന്ന UDF സർക്കാരിൽ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരം MLAയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെടും. അത് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യൻ, അല്ലെങ്കിൽ അതിന് അധ്യക്ഷത വഹിക്കാൻ ഏറ്റവും യോഗ്യൻ ജ്യോതികുമാർ ചാമക്കാലയാണ്. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് നാടൊട്ടുക്കും ഫ്ലക്സ് അടിച്ചു വെച്ച് അദ്ദേഹം ചോദിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ അങ്ങനെ ഒരു കെട്ടിടം ഉയർന്നത്. ഇനി ഗണേശൻ വികസന പ്രവർത്തനം നടത്തിയെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗണേശൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നന്ദിയില്ലാത്ത പത്തനാപുരം എന്ന് പറയുന്ന, ഈ ഗണേശൻ തന്നെ പറയുന്നത് എൻ്റെ അച്ഛൻ്റെ എച്ചിൽ പട്ടികൾ എന്നാണ് കൂടെ നടക്കുന്നവരെ പറ്റി പറയുന്നത്. ഗണേശൻ്റെ പ്രജകളൊക്കെ എച്ചിൽ പട്ടികളാണ് എന്ന് വിചാരിക്കുന്ന ഗണേശൻ്റെ മൂട് താങ്ങികളോടൊരു വാചകം പറയട്ടെ. ഇവൻ്റെ കുടുംബത്തിൽ നിന്ന് കീഴൂട്ട് തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പണം കൊണ്ടല്ല പത്തനാപുരത്ത് ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും മാത്രമാണ്. നോക്കൂ, ഇലക്ഷൻ്റെ അന്ന് ഞാൻ എൻ്റെ പഞ്ചായത്തിൽ മേലില ഗവൺമെൻറ് UP സ്കൂളിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ വാഹനം ഒതുക്കി നിൽക്കുമ്പോൾ മേലിലൊരു വലിയ സൈബർ പോരാളിയെ കണ്ടു. KV ഗണേഷ് കുമാറിന് വേണ്ടി മിനിറ്റിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഒരാൾ. അയാൾ വന്ന് എന്നോട് പറഞ്ഞു, നീ വേണമെങ്കിൽ എൻ്റെ കൂടെ വന്ന് നോക്കാമെങ്കിൽ നോക്കിക്കോ, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് ജ്യോതികുമാർ ചാമക്കാലയ്ക്കാണെന്ന്. എനിക്കത് അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം, സൈബർ ഇടങ്ങളിൽ പലപ്പോഴും ഈ പറയപ്പെടുന്ന ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് എതിർക്കുന്നവർ പലരുടെയും വോട്ടുകൾ ചാമക്കാലയ്ക്ക് തന്നെ വീണിട്ടുണ്ട്. ഞാനപ്പോൾ ചോദിച്ചു, എന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞാൽ? എന്നോട് പറഞ്ഞു, എൻ്റെ മകളുടെ അഡ്മിഷൻ്റെ ഭാഗമായി ഞാൻ ഇവന്മാരുടെയൊക്കെ എടുത്ത് പോയി ഡിഗ്രിക്കൊരു അഡ്മിഷന് ഇവരാരും സഹായിച്ചില്ല. അങ്ങനെ ഞാനൊരു കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ജ്യോതികുമാറിനോട് പറഞ്ഞു, ജ്യോതികുമാർ ചാമക്കാലയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ച് എൻ്റെ മകൾക്ക് അവിടെ അഡ്മിഷൻ എടുത്തു കൊടുത്തു. മാത്രമല്ല അഡ്മിഷൻ ഫീസായി 50,000 രൂപ അടയ്ക്കാൻ എൻ്റെ കയ്യിൽ പണമില്ലാതിരുന്നപ്പോൾ 25,000 രൂപ തന്നയാൾ എന്നെ സഹായിച്ചു. തെരഞ്ഞെടുപ്പ് വേളയിലല്ല കേട്ടോ, 2021 പരാജയപ്പെട്ട് 2-3 വർഷങ്ങൾക്കപ്പുറം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ടും ചേട്ടൻ എന്താ ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്? അത് മറ്റവന്മാർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ.
പക്ഷേ ജ്യോതികുമാർ ചാമക്കാല ഈ പറയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത്തരത്തിലുള്ള ഒരു സഹായം ചെയ്ത ഒരു കാര്യങ്ങളും ഉപയോഗിച്ചില്ല. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കേസുണ്ട്. 2021 തിരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ എറണാകുളത്തേക്ക് മാധ്യമ പ്രവർത്തനവുമായി മൂവ് ഓൺ ചെയ്തപ്പോൾ ഒരു ദിവസം എനിക്കൊരു വിളി വന്നു. ചാമക്കാലയാണ്. ഞാൻ ചെന്താ ചേട്ടാ ഇത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മോനേടാ തലൂർ പഞ്ചായത്തിലെ ഒരു കുട്ടിക്ക് ഒരു മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയയുമായി ആസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, നീ പോകണം, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, ഇവിടെ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരി അവിടുത്തെ ഡോക്ടറായി വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടറുടെ നമ്പർ തന്നു, പോകണമെന്ന് പറഞ്ഞു. ഞാൻ പോയി കാര്യങ്ങൾ സംസാരിച്ചു. ഏതാണ്ട് 10-40 ലക്ഷം രൂപ ചിലവ് വരുന്ന സർജറിക്ക് വേണ്ടുന്ന മുഴുവൻ സഹായങ്ങളും ഫണ്ട് കളക്ഷൻ അടക്കം അദ്ദേഹം മുന്നിൽ നിന്ന് നടത്തി. ആ കുട്ടി സേഫായി വീട്ടിലെത്തി സ്കൂളിൽ പോകുന്നത് വരെ ആ കുടുംബത്തിനൊപ്പം അദ്ദേഹം നിന്നു. അപ്പോൾ ഞാൻ ഇത്തവണ ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ PR ചെയ്യുന്ന പിള്ളേരോട് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തിനാ, നമ്മളതിനു വേണ്ടിയല്ലല്ലോ, വോട്ടിന് വേണ്ടിയല്ലല്ലോ അവരെ സഹായിച്ചത്. നമ്മൾ ഈ മണ്ഡലത്തിൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഈ നാട്ടിൽ ഒരു വോട്ടർക്ക് ഒരാവശ്യം വന്നാൽ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. അത് ഞാൻ ചെയ്തു. അവർ വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് കൂടിയാണ് ജ്യോതികുമാർ ചാമക്കാല. പുറമേ നോക്കുമ്പോൾ ഗണേഷ് കുമാറിനെ പോലെ ഗ്ലാമറൊന്നും ഒരു പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഗ്ലാമറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ബസ്സോടിച്ചും ആനയെ തീറ്റിയും ഒക്കെ വലിയ ഷോ നടത്തുമല്ലോ, തറവാട്ടി മഹിമയൊക്കെ പറയുമല്ലോ. എന്തായാലും കീഴൂട്ട് തറവാട്ടിനോളം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തറവാട്ടിൽ നിന്നൊക്കെ തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാല വരുന്നത്. തറവാട്ടിൽ പിറന്നവനൊക്കെ മാടമ്പിയാകണം എന്ന് ഒരു വെപ്പ് ഗണേശൻ്റെ ഫാൻസ്. കീഴൂട്ട് തറവാട്ടിലെ കുഞ്ഞല്ലേ, അയാൾക്കതാകാം എന്നൊരു ചിന്ത പത്തനാപുരത്ത് ആകമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നും ഇനിയില്ല. പണിയറിയാവുന്നൊരുത്തൻ അവിടെ MLA ആയി വന്നിട്ടുണ്ട്. 5 വർഷക്കാലങ്ങളിൽ KV ഗണേഷ് കുമാറിന് മുട്ടി നിൽക്കാൻ അവിടെ വളരെ നന്നേ ബുദ്ധിമുട്ടും. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, റാപ്പർ വേടനെ കാണാമെന്ന് എല്ലാവരും ഗണേഷ് കുമാറിന് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. റാപ്പർ വേടനെ കാണാൻ വന്ന എല്ലാവരും മാത്രമല്ല, ഗണേഷ് കുമാർ, ഇനിയെങ്കിലും പ്രിയപ്പെട്ട ഗണേഷ് കുമാർ 25 വർഷക്കാലം ഞങ്ങളുടെ MLA ആയിരുന്നില്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായ സമയത്ത്, ഞാൻ സജീവമായ സമയത്ത് എൻ്റെ വീടൊക്കെ ഒരു ഇടതുപക്ഷ അനുഭവമുള്ള വീടാണ്, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊരു 10 വർഷത്തിൽ കൂടുതലൊന്നും ആയിട്ടില്ല, 12 വർഷത്തിൽ കൂടുതലൊന്നും ആയിട്ടില്ല ഈ സജീവമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ട്. കഴിഞ്ഞ 4 വർഷമായി നമ്മൾ പാർട്ടിയിൽ നിന്നും ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഇല്ലാതെ മാറി നിൽക്കുകയും ചെയ്യും, മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗം. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്താണെന്ന് വെച്ചാൽ, ഈ KV ഗണേഷ് കുമാറിന് വേണ്ടി UDF ഉണ്ടായിരുന്ന സമയത്ത് വോട്ട് പിടിക്കാനോ പോസ്റ്റ് ഒട്ടിക്കാനോ എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. കാരണം ഇയാളങ്ങ് ഇടത്തിന് പോയതിന് ശേഷമാണ് ഞാൻ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം. കാരണം ഞാൻ നാട്ടിലുണ്ടായിരുന്നു, 10 വർഷക്കാലം നാട്ടിലുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ റാപ്പർ വേടനും കാണാൻ വന്നവർ മാത്രമല്ല, ഇയാൾക്കൊപ്പം ആ വീട്ടിലുണ്ടായിരുന്നവരും ഇയാൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത്രത്തോളം വെറുത്തു പോയി. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഗണേശൻ ജയിക്കുമെന്ന് വീഡിയോ വരുമ്പോൾ ചാനലുകാരൊക്കെ പാടിയത് ഇയാൾ ജയിക്കുമെന്നായിരുന്നല്ലോ. എൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ്, പത്തനാപുരത്ത് ജനങ്ങൾക്ക് ആത്മാഭിമാനമില്ല, അല്ലെങ്കിൽ ഈ നാറിയെ ഇങ്ങനെ വിജയിപ്പിക്കുമോ എന്ന് പലരും കമൻ്റ് ഇട്ടിരുന്നു. ആ കമൻ്റ് ഇട്ടവരാണ് പത്തനാപുരത്ത് ജനങ്ങൾക്ക് ആത്മാഭിമാന ബോധം നന്നായുണ്ട്. ആ ജനതയ്ക്ക് ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, ഇയാളെ പരാജയപ്പെടുത്തുക എന്നുള്ളത്. അത് പരാജയപ്പെടുത്തിയിരിക്കുന്നു. പത്തനാപുരത്തെ പുതിയ MLA പേര് ജ്യോതികുമാർ ചാമക്കാല എന്നാണ്.